ചരിത്രം, ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. പിതാക്കന്മാർ, നേതാക്കന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, രാജകീയ ചരിത്രം. ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. ഇന്ന് എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ചില ആത്മീയ ചിന്തകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. 3:15 അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പുറപ്പെട്ടു പോയി. ശൂശൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. രാജാവും ഹാമാനും കുടിപ്പാനിരുന്നു. ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി. നമ്മൾ വായിച്ചത് ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി പദം കണ്ടോ. എന്നാൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ 8:15 വായിക്കുന്നു, ശൂശൻ പട്ടണമോ സന്തോഷിച്ചു, ആർത്തുല്ലസിച്ചു. എസ്തേറിന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലം പ്രാരംഭത്തിൽ ഞാൻ പറയാം. യഹൂദന്മാർക്ക് 7 പെരുന്നാളുകളാണ് ഉണ്ടായിരുന്നത്. പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാൾ, ആദ്യഫലക്കറ്റയുടെ നീരാജന പെരുന്നാൾ, പെന്തക്കോസ്തു പെരുന്നാൾ, കാഹളനാദ പെരുന്നാൾ, മഹാപാപപരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ന്യായപ്രമാണ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ 2 പെരുന്നാളുകൾ കൂടെ അഥവാ ഉത്സവങ്ങൾ കൂടെ യഹൂദന്മാർക്കുണ്ടായിരുന്നു. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 10:22 നമ്മൾ വായിക്കുന്നു, പ്രതിഷ്ഠോത്സവം എന്ന്, ഹനൂക്ക എന്ന് പറയുന്ന ഒരു പെരുന്നാൾ പിന്നീട് അവർക്കുണ്ടായി. ഈ 7 പെരുന്നാളുകൾ കൂടാതെ ഉണ്ടായ മറ്റൊരു പെരുന്നാളാണ് പുരീം പെരുന്നാൾ എന്ന് പറയുന്നത്. സ്ത്രീകളുടെ പേരിൽ 2 പുസ്തകങ്ങളാണ് ബൈബിളിൽ ഉള്ളത്, രൂത്ത്, എസ്തേർ. രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയായിരുന്നു. അവൾ ബോവസ് എന്ന ഒരു യഹൂദനെ വിവാഹം ചെയ്ത് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അവൾ ഉൾപ്പെട്ടു. ആ നിലയിൽ അവൾ അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ എസ്തേർ എന്ന് പറയുന്ന ഒരു യഹൂദ സ്ത്രീ അഹശ്വരേഷ് എന്ന ഒരു ജാതീയ രാജാവിനെ വിവാഹം ചെയ്ത് അവളും അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇവർ 2 പേരും ദൈവിക പദ്ധതിയിലെ ഉപകരണങ്ങളായി ഉപയോഗിക്കപ്പെടുകയാണ്. വേറെ പ്രത്യേകത, ദൈവം എന്ന പേര് ഉപയോഗിച്ചിട്ടില്ലാത്ത ഏക പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. ദൈവനിശ്വാസിയമായ 66 പുസ്തകത്തിൽ എസ്തേറിന്റെ പുസ്തകവും ഇടം തേടി എങ്കിലും ദൈവം എന്ന പേര് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇത് പേർഷ്യൻ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിലാണ് പ്രധാനമായും ഈ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് യഹോവയായ ദൈവവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ പേർഷ്യൻ ചരിത്രത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ പേര് എങ്ങും വായിക്കാൻ കഴിയത്തില്ല. പക്ഷേ അവിടെ പരദേശികളായി പാർത്തിരുന്ന, പ്രവാസികളായി പാർത്തിരുന്ന യഹൂദന്മാർക്ക് ദൈവവിശ്വാസമുണ്ടായിരുന്നു. ദൈവത്തിന് പകരമായുള്ള പദങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. മൊർദെഖായി എസ്തേറിനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് വേറൊരു സ്ഥാനത്തു നിന്ന് ഉദ്ധാരണവും സഹായവും ഉണ്ടാകും. ആ വേറൊരു സ്ഥാനമാണ് നമ്മുടെ ദൈവം. എസ്തേർ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ പേരിലാണ് ഈ പുസ്തകം ഉള്ളത്. അവളുടെ ആദ്യത്തെ പേര് ഹദസ എന്നായിരുന്നു. ആ വാക്കിനർത്ഥം കൊഴുന്ത് എന്നാണ്. പിന്നീട് അവൾ രാജ്ഞിയായി മാറിയപ്പോൾ ആ നാട്ടുകാരോ രാജാവോ ഇട്ട പേരായിരിക്കണം എസ്തേർ എന്നുള്ളത്. ആ വാക്കിൻ്റെ അർത്ഥം നക്ഷത്രം എന്നാണ്. അപ്പനോ അമ്മയോ ഇല്ലാത്ത ഒരു അനാഥ ബാലയായിരുന്നു എസ്തേർ. ഇന്ത്യയുടെ പേര് 2 പ്രാവശ്യം പരാമർശിച്ചിരിക്കുന്ന ബൈബിളിലെ പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. വായിക്കാം. 1-ാം അധ്യായം 1-ാം വാക്യം. അഹശ്വേരോശിന്റെ കാലത്ത് ഹിന്ദു ദേശം മുതൽ കൂശ് ദേശം വരെ 127 സംസ്ഥാനങ്ങൾ വാണ അഹശ്വേരോശ് ഇവൻ തന്നെ. അപ്പൊ ഹിന്ദു ദേശം, ഇംഗ്ലീഷ് ബൈബിളിൽ ഇന്ത്യ എന്നാണ്. സിന്ധു നദിയുടെ തീരത്ത്
താമസിച്ചിരുന്നവരെയാണ് പിന്നീട് ഹിന്ദു എന്ന് വിളിച്ചു വന്നത്. വേറൊന്ന് 8:9. മൊർദെഖായി കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ യഹൂദന്മാർക്കും ഹിന്ദു ദേശം മുതൽ. അപ്പോ ഇന്ത്യയുടെ പേര് ബൈബിളിൽ എത്രയിടത്തുണ്ട്? 2 ഇടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എസ്തേറിന്റെ പുസ്തകത്തിലാണ്. ഈ ചരിത്രത്തിൽ 5 വ്യക്തികളാണുള്ളത്. മൊർദെഖായി, ഹാമാൻ, അഹശ്വേരോശ് രാജാവ്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയായ വസ്തി രാജ്ഞി, എസ്തേർ രാജ്ഞി. 5 വ്യക്തികൾ. എസ്തേറിന്റെ പുസ്തകത്തിൽ അഹശ്വേരോശ് കഴിഞ്ഞാൽ പിന്നീട് പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന 4 വ്യക്തികൾ. ഒന്ന് വസ്തി രാജ്ഞിയാണ്, ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യ. അഹശ്വേരോശ് രാജാവ് തൻ്റെ ഈ 127 സംസ്ഥാനങ്ങളിലുള്ള പ്രഭുക്കന്മാർക്ക് വേണ്ടി 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വിരുന്നു സൽക്കാരം നടത്തി. അപ്പോൾ 6×3 = 180 ദിവസം. ആ 180 ദിവസം തികഞ്ഞപ്പോൾ അടുത്ത 7 ദിവസത്തേക്ക് പ്രത്യേകമായ ഒരു വിരുന്ന് സൽക്കാരമായിരുന്നു. മൊത്തം 187 ദിവസം. ആ 7 ദിവസത്തെ വിരുന്ന് സൽക്കാരത്തിൽ രാജാവ് തൻ്റെ ഭാര്യയെ, പട്ടമഹർഷിയായിരിക്കുന്ന രാജ്ഞിയായിരിക്കുന്ന വസ്തി എന്നു പേരുള്ള ആ സ്ത്രീയെ ആ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചു. എൻ്റെ ഭാര്യയാണിതെന്ന് എല്ലാവരും ഒന്ന് കാണിക്കാൻ കൂടിയാണ് വിളിച്ചത്. അവള് ശുണ്ടി പിടിച്ച് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവള് വന്നില്ല. അപ്പൊ എല്ലാവരുടെയും കേക്കെയാണ് ഭാര്യയെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പറഞ്ഞത്. അവള് പോയില്ല. ഇത് രാജാവിന് ഭയങ്കര കോപമായി. കോപം തന്നെയാണോ? അദ്ദേഹത്തെ തേജോവധം ചെയ്തതുപോലെയായി. തൻ്റെ മുഖം കോപക്രാന്തമായി തീർന്നു. കോപിഷ്ഠനായതാണ് അടുത്തിരിക്കുന്ന മഹത്തുക്കളോട് ചോദിച്ചു, ഞാൻ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടിയെന്ന് ചോദിച്ചു. അപ്പം കാലജ്ഞരായ വിദ്വാൻമാരോട് ആലോചിച്ചു. വായിക്കാം. എസ്തേറിന്റെ പുസ്തകം 1:17. രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും. അഹശ്വേരോശ് രാജാവ് വസ്തി രാജ്ഞിയെ തന്റെ മുമ്പാകെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചയാറെ അവൾ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്ദിക്കും. അപ്പൊ തന്റെ സമീപത്തിരിക്കുന്ന ആളുകളോട് ചോദിച്ചു, ഭാര്യ ഇങ്ങനെ അനുസരിക്കാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അവിടെ ഇരുന്ന ഒരു വിദ്വാൻ പറഞ്ഞു, ഈ വാർത്ത 127 സംസ്ഥാനങ്ങളും അറിയും. മഹാരാജ്യം എന്നാ അവിടെ വായിക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ളവരുടെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാജാവ് വിളിച്ചിട്ട് രാജ്ഞി പോയില്ല, പിന്നെ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു സ്ത്രീകളും ഇത് അനുകരിക്കും. അതുകൊണ്ട് ഈ ശീലം തുടരുന്നത് നല്ലതല്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു, ആ വസ്തിയെ സ്ഥാനത്തുനിന്ന് മാറ്റുക, വേറൊരു സ്ത്രീയെ ഭാര്യയായിട്ട് അവരോധിക്കുക. 22-ാമത്തെ വാക്യം. ഏത് പുരുഷനും തന്റെ വീട്ടിൽ കർത്തവ്യം നടത്തുകയും സ്വഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അതത് സംസ്ഥാനത്തേക്ക് അതതിന്റെ അക്ഷരത്തിലും അതത് ജാതിക്ക് അവരവരുടെ ഭാഷയിലും എഴുത്തയച്ചു. ഒരു കുടുംബത്തിന്റെ തല പുരുഷനായിരിക്കണം. ഭാര്യ ഭർത്താവിനെ അനുസരിക്കണമെന്നുള്ള കാര്യം ബൈബിളിൽ മാത്രമല്ല, പുരാതന കാലഘട്ടത്തിലുള്ള ബൈബിളിന് പുറത്തുള്ള ഒരു ചരിത്രരേഖയിലും നമ്മൾ ഇതാണ് വായിക്കുന്നത്. വിശുദ്ധ ബൈബിൾ ഇതേക്കുറിച്ച് എന്താ പറയുന്നത് നോക്കാം. 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. സ്ത്രീയോട് കൽപ്പിച്ചത്, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. യഹോവയായ ദൈവം ആദ്യത്തെ മനുഷ്യനായ ആദത്തോടും ഹവ്വയോടുമുള്ള ബന്ധത്തിൽ സ്ത്രീയോട് കൽപ്പിച്ചതോ, അവൻ നിന്നെ ഭരിക്കും. 45-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചുകൊള്ളുക. എഫേസ്യ ലേഖനം 5:22. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. 1 പത്രോസ് 3:1-6 വാക്യം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. 6-ാം വാക്യം. സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. അങ്ങനെ തന്നെ നിങ്ങളും. സാറ ഭർത്താവിനെ എന്താ വിളിച്ച്? സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചു. അങ്ങനെ തന്നെ സ്ത്രീകളും. കൊലോസ്യർ 3:18.
ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങി. നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഓർഡർ നോക്കിക്കേ. ഏത് സ്ത്രീയുടെയും തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല പിതാവായ ദൈവം. നേരെ തിരിച്ചു നോക്കിയേ, പിതാവായ ദൈവം താഴെ ക്രിസ്തു, ക്രിസ്തുവിന്റെ താഴെ പുരുഷൻ, പുരുഷന്റെ താഴെ സ്ത്രീ. സ്ത്രീ സമത്വവാദം ബൈബിൾ അനുകൂലിക്കുന്നതല്ല. രാജ്യങ്ങൾ അംഗീകരിക്കാം, പക്ഷേ നമ്മൾ ബൈബിൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്. രണ്ടാമത്തെ വ്യക്തി ദൈവാശ്രയ ബോധമുള്ള മൊർദെഖായിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള ചില ചിന്തകൾ ഞാൻ പറയാം. മലാഖി പ്രവചനം 3:16 യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഇത് ദൈവമക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദൂതാണ്. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകം കുറിച്ചു വെച്ചിരിക്കുന്നു. നാം ഈ ചരിത്രത്തിലേക്ക് വരികയാണ്. അന്നൊരിക്കൽ കൊട്ടാരത്തിലെ 2 ഷണന്മാരായിരുന്ന ബിഗ്ദാനും തേരഷും കൂടെ ഒരു ഗൂഢാലോചന നടത്തി രാജാവിനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു. വാതിൽ കാവൽക്കാരനായിരുന്ന മൊർദെഖായി ഈ കാര്യം മണത്തറിയുകയും ആ കാര്യം എസ്തറിനെ അറിയിക്കുകയും ചെയ്തു. രാജാവ് അന്വേഷിച്ചപ്പോൾ ഇത് സത്യമാണെന്ന് തിരിച്ചറിയുകയും അവരെ തൂക്കിക്കളയുകയും ചെയ്തു. അവരെ തൂക്കിക്കളയുക മാത്രമല്ല, അത് രാജകീയ വൃത്താന്തത്തിൽ, ചരിത്രത്തിൽ എഴുതി വെക്കണമെന്നും കൽപ്പിച്ചു. അപ്പൊ പേർഷ്യൻ വൃത്താന്തത്തിൽ ആ സംഭവം എഴുതി വെച്ചു. പക്ഷേ രാജാവിന്റെ ജീവനെ രക്ഷിച്ച മൊർദെഖായിക്ക് പ്രത്യേകിച്ച് പാരിതോഷികമൊന്നും കൊടുത്തില്ല. കുറെ കാലം കഴിഞ്ഞു. ഒരു ദിവസം ഈ രാജാവിന് ഉറക്കം വരാതെയായപ്പോ ഏതെങ്കിലും പുസ്തകം കൊണ്ടൊന്ന് വായിക്കാൻ പറഞ്ഞു. അവരെടുത്തോണ്ട് വന്നത് ഈ പഴയ രാജകീയ ചരിത്രമാണ്. അത് വായിച്ചു കേട്ടോണ്ടിരിക്കുമ്പോ രാജാവിന്റെ അടുത്ത ചോദ്യം, ആട്ടെ, എന്റെ ജീവനെ രക്ഷിച്ച മൊർദെഖായിക്ക് എന്തെങ്കിലും കൊടുത്തോ? അങ്ങനെ വല്ലതും എഴുതിയിട്ടുണ്ടോ? അവര് പറഞ്ഞു, അങ്ങനൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഉടനെ ഇതേതാണ്ട് രാവിലെ നേരം വെളുക്കാറായ സമയത്താണ് ഇദ്ദേഹം ഈ സ്വപ്നം കാണുന്നത്. അപ്പോഴാണ് വിളിച്ചു ഇത് വായിച്ചൊക്കെ കേൾപ്പിക്കുന്നത്. ആരെവിടെയെന്ന് ചോദിച്ചപ്പോ ഈ രാജഭൃത്യന്മാര് പറഞ്ഞു, ഒരാൾ വാതിൽക്ക് വന്നിരിക്കുന്നു. ആരാ വന്നിരിക്കുന്നേ? ഹാമാൻ. എന്നാ ആ പുള്ളി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുത്താൻ പറഞ്ഞു. ഹാമാൻ ഇങ്ങോട്ട് കയറി വന്നു. അപ്പൊ ഹാമാന് രാജാവ് സ്ഥാനക്കയറ്റം നൽകി. രാജാവിന്റെ തൊട്ട് താഴത്തെ പോസ്റ്റിൽ ഹാമാനാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഹാമാൻ ഇരിക്കുന്നു എന്ന് മാത്രമല്ല, അവനെ അങ്ങനെ ഉയർത്തിയപ്പോ രാജാവ് ഒരു നിയമവും കൂടെ അതിനോടുകൂടെ പറഞ്ഞു, അവന്റെ മുമ്പാകെ എല്ലാവരും മുട്ടുകുത്തണം. ഹാമാൻ വന്നിപ്പോൾ ഇങ്ങോട്ട് വന്നേ. രാജാവ് ചോദിച്ചു, ഹാമാനെ, ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാ. രാജാവ് ബഹുമാനിപ്പാൻ ആഗ്രഹിക്കുന്ന പുരുഷനെ എന്താണ് ചെയ്യേണ്ടത്? വിചാരിച്ചു എന്നോടുള്ള ദൂത. കാരണം രാജാവ് കഴിഞ്ഞ പിന്നെ അടുത്ത ആള് ഞാനല്ലേ, എന്നെയല്ലേ കുതിരപ്പുറത്തൊക്കെ കയറ്റി വിടുന്നത്. അപ്പൊ ഇവൻ ഈ പറഞ്ഞപ്പോ ഇച്ചിരി കാര്യം കൂട്ടി പറഞ്ഞു. അവൻ പറഞ്ഞു, രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷനെ രാജാവിന്റെ കുതിരപ്പുറത്ത് കയറ്റി പട്ടണത്തിൽ കൂടെ നടത്തണം. രാജാവ് നൽകുന്ന പ്രത്യേക വസ്ത്രം ധരിപ്പിച്ച് കൊണ്ടുപോകണം. എന്നിട്ട് ചെണ്ട മുഴക്കി വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിപ്പാൻ ആഗ്രഹിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യും. ദിവന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് അവൻ പറഞ്ഞത്. രാജാവിന്റെ അടുത്ത ഓർഡർ, നീ പറഞ്ഞ കാര്യം ആ മൊർദെഖായിക്ക് ചെയ്യണം, ഒട്ടും കുറയ്ക്കരുത്. ഇവൻ എന്തിനാ വാതിക്ക് വന്നിരിക്കുന്നേ? തന്നെ എല്ലാവരും കുമ്പിട്ട് നമസ്കരിക്കും. മൊർദെഖായി മാത്രം അവനെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ല. അതിൽ അമർഷം പൂണ്ടേ അവനെ മാത്രമല്ല അവന്റെ കുലത്തെയും കൂടെ മുടിക്കാനുള്ള രാജാവിന്റെ അനുമതി വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുക. ദൈവാശ്രയ ബോധമുള്ളവനായിരുന്നു മൊർദെഖായി. അവൻ ഹാമാനെ കുമ്പിട്ടില്ല. എന്താ കാര്യം? 2 കാരണം. 1, 15-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, വഷളനെ നിന്ദ്യനായി എണ്ണണം. 2, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ കുമ്പിട്ട് നമസ്കരിച്ച് ആരാധിക്കാവൂ എന്ന് ന്യായപ്രമാണത്തിലുണ്ട്. ആ ഭാഗമാണ് നമ്മുടെ കർത്താവ് പിശാചിനോട് പറയുന്നത്. ന്യായപ്രമാണം അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവൻ ഹാമാനെ കുമ്പിടാതിരുന്നത്. രാജാവിന്റെ ഓർഡർ, നീ പറഞ്ഞതുപോലെയൊക്കെയും മൊർദെഖായിക്ക് ചെയ്യണം. അതിലൊട്ടും
കുറയ്ക്കരുത്. രാജാവിൻ്റെ കുതിരപ്പുറത്ത് കയറ്റി അന്ന് രാവിലെ പട്ടണത്തിൽ കൂടെ ആ കുതിര പോവുക. അതിൻ്റെ പുറകെ താഴെ നിന്നുകൊണ്ട് ഹാമാൻ ഒരു അനൗൺസ്മെന്റ്. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, 94-ാം സങ്കീർത്തനം 15-ാം വാക്യം. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. ഇന്ന് രാവിലെ നിന്റെ ജീവൻ എടുക്കുമെന്നായിരിക്കും ശത്രു പറയുന്നത്. പക്ഷേ അവൻ എഴുതി വെച്ച രേഖകളെ ദൈവം ദുർബലമാക്കും. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. 1 പത്രോസ് 5:7 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് തണരിപ്പീൻ. മൊർദെഖായി ഇരുന്ന സ്ഥലം എസ്തറിന്റെ പുസ്തകം 2:19-21. രണ്ടാം പ്രാവശ്യം കന്യകമാരെ ശേഖരിച്ചപ്പോൾ മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ ഇരുന്നു. മൊർദെഖായി എവിടെ ഇരിക്കുന്നേ? രാജാവിന്റെ വാതിൽക്കൽ. അടുത്ത വാക്യം കൂടെ, 21-ാമത്തെ വാക്യം. ആ കാലത്ത് മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ എവിടെ ഇരിക്കുന്നേ? ഗേറ്റ് കീപ്പർ, വാതിൽ കാവൽക്കാർ. പക്ഷെ ദൈവം അവനെ ഉയർത്തി കഴിഞ്ഞപ്പോൾ അവന്റെ ഇരിപ്പിടം ഒന്ന് നോക്കണേ. എസ്തറിന്റെ പുസ്തകം 10:3. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാമനും. നേരത്തെ രണ്ടാമനാരായിരുന്നു? ഹാമാൻ. ദൈവം സ്ഥിതി മാറ്റിയപ്പോൾ വാതിൽ കാവൽക്കാരനായിരുന്ന ആ മൊർദെഖായിയെ രാജ്യത്തെ രണ്ടാമനായി ഉയർത്തുകയാണ്. നിങ്ങളുടെ ഇരിപ്പിടങ്ങളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ പൊസിഷനുകളെ മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയും. ദൂതേറ്റെടുക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഇന്നൊരു പക്ഷെ തൂപ്പുകാരനായിരിക്കാം, ഇന്നൊരു പക്ഷെ നീ ഒരു ശിപായി ആയിരിക്കാം, ഇന്നൊരു പക്ഷെ നീ ആയിരിക്കാം. പക്ഷെ നീ എല്ലാ കാലത്തും യഹോഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. ആമേൻ. വാതിൽ കാവൽക്കാരനായിരുന്നവനെ തമ്പുരാൻ ഉയർത്തുക. കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ, തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവം അവനെ ആ രാജ്യത്തെ രണ്ടാമനായി ഉയർത്തി. ഹാമാൻ യഹൂദനായ മൊർദെഖായിയെ മാത്രമല്ല, ആ വംശജരെ മുഴുവൻ കൊന്നുമുടിക്കാനുള്ള ഒരു രേഖ രാജാവിൽ നിന്ന് ഉപായത്തിലൂടെ അവൻ കൈക്കലാക്കി. എങ്ങനെ കൈക്കലാക്കിയെന്നറിയാമോ? ഈ മൊർദെഖായി അവനെ കുമ്പിടുന്നില്ല. അതവന് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക. അവനൊരിക്കൽ രാജാവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഈ നാട്ടിൽ ചിന്നിച്ചെതറി കിടക്കുന്ന ഒരു ജനതയുണ്ട്. ആ ജനത പണ്ടേ ശല്യമുള്ളവരാ. ആ ജനത്തെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് സ്വസ്ഥത ഉണ്ടാകും. രാജാവിന് തോന്നിയ ശരിയാ, എന്നാ നീ അത് ചെയ്തോ, എന്നാ ഒരു കത്തെഴുതാം. കത്തെഴുതിയിട്ട് രാജാ മോതിരം വെച്ച് അതിൽ മുദ്രയിട്ടു. അവൻ പറഞ്ഞ ഇങ്ങനെയാണ്, രാജാവേ, ഇങ്ങനൊരു കാര്യം നടപ്പാക്കിയാൽ ഞാൻ രാജഭണ്ഡാരത്തിലേക്ക് 10,000 താലന്ത് വെള്ളി സംഭാവന ചെയ്യാന്ന് പറഞ്ഞു. അപ്പം 10,000 താലന്ത് വെള്ളിയുടെ കണക്ക് ഞാൻ നോക്കിയപ്പം ഇന്നത്തെ രീതിയിൽ 66 കോടി രൂപയാണ്. ഇവൻ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന രഹസ്യം എന്താ? മൊർദെഖായിയെ കൊല്ലണം. അപ്പം രാജാവ് സമ്മതിച്ചു. അപ്പോൾ അവിടെ വായിക്കുന്നത്, പുരാതന കാലത്തെ ഒരു പ്രാചീന വിദ്യ അവിടെ ഉപയോഗിച്ചു. ഒരു കല്ല് കൊണ്ടുവരും, കല്ല് കൊണ്ടുവന്നിട്ട് ആ കല്ലിട്ട് നോക്കും, കല്ലിട്ട് നോക്കി മുഹൂർത്തം കണ്ടുപിടിക്കും. അങ്ങനെ ആദാർ മാസം 13-ാം തീയതി യഹൂദ ജനത്തെ മുഴുവൻ കൊന്നുകളയാൻ ഒരു മുഹൂർത്തം കണ്ടുപിടിച്ചു. ആ മുഹൂർത്ത ദിവസം അയൽവക്കത്തുള്ളവരെല്ലാം അന്നേ ദിവസം തങ്ങളുടെ അടുക്കലുള്ള യഹൂദന്മാരെ മുഴുവൻ കൊന്നുകളയണം. ഇതാണ് രാജകീയ കൽപ്പന. ഈ കൽപ്പന എല്ലായിടത്തും കൊണ്ടുപോയി വായിച്ചു. അതാണ് 3:15. ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി. യഹൂദന്മാരെ കൊന്നുകളയാൻ രാജാവിന്റെ കൽപ്പനയാണ്. പക്ഷേ ജനം ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. പലരും രട്ടുടുത്ത് വെണ്ണീറിൽ കിടന്നു. രട്ടുടുത്ത്, ചാക്കുവസ്ത്രമാണ് രട്ടെന്ന് പറയുന്നത്. ചാക്കുവസ്ത്രം ധരിച്ച് ചാരത്തിൽ കിടന്നു. മൊർദെഖായി രട്ടുടുത്തു. ഈ വാർത്ത എസ്തറിന്റെ അടുക്കിലെത്തി. എസ്തർ പെട്ടെന്ന് ഒരു ജോഡി നല്ല വസ്ത്രം മൊർദെഖായിക്ക് കൊടുത്തു വിട്ടു. അവളുടെ അപ്പന്റെ ചേട്ടൻ ചാക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നു. ഒരു പക്ഷേ ഉടുപ്പില്ലാത്തതുകൊണ്ടാവാം, മുണ്ട് കിട്ടാഞ്ഞിട്ടാവാം. അതുകൊണ്ട് ഇവള് രാജസന്നിധിയിൽ നിന്ന് ഒരു ജോഡി നല്ല വസ്ത്രം കൊടുത്തു വിട്ടു. ആ വസ്ത്രം കൊണ്ടുവന്നവരോട്
മൊർദെഖായി പറഞ്ഞു വിടുകയാണ്, ഞങ്ങൾ ഒന്നായി നശിക്കാൻ തുടങ്ങിയ നീ രാജകൊട്ടാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നീ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നു. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് വേറൊരു സ്ഥാനത്ത് നിന്ന് രക്ഷയും ഉദ്ധാരണവും ഉണ്ടാകും. നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. എനിക്ക് വസ്ത്രമില്ലാഞ്ഞിട്ടല്ല, നിന്റെ വസ്ത്രം എനിക്ക് വേണ്ട, ഞാൻ രട്ടെടുത്തോളാം. ദൈവജനം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചു? അവൻ രട്ടല്ലേ ധരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? 4:1 സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടെടുത്തു. 8:15 എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും മതി. ആദ്യത്തെ വായിച്ച രട്ടെടുത്തു. ഇപ്പൊ എന്താ വായിച്ചത്? നീലവും ശുഭ്രവുമായ രാജവസ്ത്രം ധരിച്ചു. സ്ഥിതി മാറ്റാൻ ദൈവത്തിന് കഴിയും. മൂന്നാമത്തെ വ്യക്തി ദുഷ്ടനായ ഹാമാനാണ്. ഈ ഹാമാന്റെ ഒരു അഡ്രസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 3:1 അനന്തരം അഹശ്വേരോശ് രാജാവ് ആഗാഗ്യനായ ഹമ്മെദാഥയുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്തു. അവന്റെ ഒരു അഡ്രസ് ആഗാഗ്യനായ ഹാമാൻ. ഇവൻ ഒരു അമാലേക്യ കുടുംബത്തിൽ പിറന്നവനാ. പുറപ്പാട് പുസ്തകം 17:14. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായിച്ചു കളയുമെന്ന് കൽപ്പിച്ചു. അമാലേക്കിന്റെ ഓർമ്മ ഞാൻ അശേഷം മായിച്ചു കളയും. അമാലേക്കിനെ കുറിച്ച് ഇനി 1 ശമൂവേൽ 15:2. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. 8-ാം വാക്യം. അമാലേക്യരുടെ രാജാവായ ആഗാഗിനെ ജീവനോട് പിടിച്ചു. അമാലേക്യനായ ആഗാഗ്. ദൈവം പറഞ്ഞത് അമാലേക്യനോട് നീ കരുണ കാണിക്കരുത്. കാരണം ഇസ്രായേൽ ജനം മിസ്രയീമിൽ പുറപ്പെട്ടു പോരുമ്പോ വഴിയിൽ വെച്ച് അമാലേക്ക് പിന്നിലൂടെ വന്ന് ബലഹീനരെയൊക്കെയും സംഹരിച്ചു കളഞ്ഞ കാര്യം ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ദൈവം പറഞ്ഞു, ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. മാത്രമാണോ? പുറപ്പാട് 17-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, നീ ഇത് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കണം. 2 പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. ഒന്ന് ദൈവം പറയാണ്, ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീയും ഒരു ചരിത്ര പുസ്തകത്തിൽ എഴുതി വെക്കണം. മാത്രമല്ല യോശുവയെ നീ അത് കേൾപ്പിക്കണം. എന്ത്? അമാലേക്കിനോട് നീ കരുണ കാണിക്കരുത്. പിന്നീട് ശൗൽ രാജസ്ഥാനത്തേക്ക് വരുന്നു. അവൻ അമാലേക്യരുമായി യുദ്ധത്തിന് പോകുമ്പോൾ അമാലേക്യരെ നശിപ്പിക്കണമെന്നുള്ള ദൈവകൽപ്പനയെ ലാഘവമായി കണ്ട്, നിസ്സാരമായി കണ്ട് അമാലേക്യരുടെ തടിച്ച മൃഗങ്ങളെ അവൻ അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന്. ഇതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ? നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വന്നേക്കുന്നു. ഇതിനിടയിൽ നടന്ന ഒരു സംഭവം, ശൗലിനെ തെരഞ്ഞെടുത്തത് ദൈവമാണ്. പക്ഷേ അവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവാത്മാവിനെ വിട്ടുമാറുകയും ദുരാത്മാവിനെ ബാധിക്കുകയും ചെയ്തു. ഇപ്പോൾ അവൻ എന്റെ ദൈവം എന്നല്ല പറയുന്നത്, നിന്റെ ദൈവം. ദൈവം അവനെ വിട്ടുമാറി. മാത്രമാണോ? അമാലേക്യനായ ആഗാഗിനെ അവൻ ജീവനോടെ ശേഷിപ്പിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ശൗലിനെ കൊന്നത് ഒരു അമാലേക്യനാ. ശൗല് 3 വിധ വേദനകൾ സഹിച്ചാണ് മരിച്ചത്. ഒന്ന്, അവന് വാള് ഊരി വെച്ചിട്ട് അതിന് മീതെ വീണു, ചത്തില്ല. എന്നിട്ട് വാളിൽ നിന്ന് മാറിയിട്ട് ഒരു കുന്തം കുത്തി വെച്ചിട്ട്, കുന്തം ഏതാന്ന് ഓർമ്മയുണ്ടോ? ദാവീദിന് നേരെ കൊണ്ടു നടന്ന കുന്തം, ആ കുന്തത്തിന്മേൽ വീണു. എന്നിട്ടും അവൻ മരിച്ചില്ല. 2ാമത്തെ വേദന, ശത്രു സൈന്യം പാഞ്ഞെടുക്കുകയാണ്. നോക്കിയപ്പോ ഓർത്ത് നിൽക്കുന്നു. അവനോട് ചോദിച്ചു, നീ ആരാ, എവിടുത്തുകാരനാ? അവൻ പറഞ്ഞു, ഞാനൊരു അമാലേക്യൻ. അവനോട് പറഞ്ഞു, നീ അടുത്ത് വന്ന് എന്നെ കൊല്ലുക. അവൻ ചെന്ന് തന്റെ കയ്യിലിരുന്ന വാള് വെച്ച് ശൗലിനെ കൊന്നു. 3 വേദന. ആരാ ഒടുവിൽ അവനെ കൊന്നത്? ഒരു അമാലേക്യൻ. ദൈവം എന്താ പറഞ്ഞത്? നീ അമാലേക്യനോട് കനിവ് കാണിക്കരുത്. ഉടനെ ഭാര്യയോട് എന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, ഞാൻ ഒരു വിദ്യ പറഞ്ഞുതരാം. 50 അടി ഉയരമുള്ള ഒരു കഴുകുമരം ഉണ്ടാക്കണം. എന്നിട്ട് രാജാവിനോട് അനുവാദം വാങ്ങിച്ചോണ്ട് വന്നിട്ട് അതിലവനെ തൂക്കിക്കളെ. പക്ഷെ ഈ സ്ത്രീ വാക്കുമാറി. 6:13. തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരെശിനോടും തന്റെ സകല
വിളിച്ചു പറഞ്ഞു. അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരെശും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശജനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കയില്ല, നീ അവനോട് തോറ്റുപോകുകയുള്ളൂ. നേരത്തെ ഇവള് പറഞ്ഞത് 75 അടി ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കാം, അതിലവനെ തൂക്കിക്കളയാം, അപ്പം നിനക്ക് മനസ്സിന് സന്തോഷം വരുമെന്നല്ലേ. ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോ അവളും മാറി പറഞ്ഞു, അവൻ യഹൂദ വംശജനാകുന്നുവെങ്കിൽ നീ അവനോട് ജയിക്കയില്ല, തോറ്റുപോകുകയുള്ളൂ. അദ്ദേഹത്തിന്റെ തലയുടെ ചില കാര്യങ്ങൾ പറയാം. 6:12 വായിച്ചേ. മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ മടങ്ങി വന്നു. ഹാമാനോ ദുഃഖിതനായി ഹാമാനോ തല മൂടിയും കൊണ്ട് വീട്ടിലേക്ക് പോയി. 7:8 രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീണ്ടും വീഞ്ഞും വിരുന്നുശാലയിലേക്ക് വന്നപ്പോൾ എസ്തർ ഇരിക്കുന്ന മെത്തമേൽ ഹാമാൻ വീണ് കിടന്നിരുന്നു. അന്നേരം രാജാവ്, ഇവൻ എന്റെ മുമ്പാകെ അരമനയിൽ വെച്ച് രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് പറഞ്ഞു. അടുത്ത ഭാഗം. ഈ വാക്ക് രാജാവിന്റെ വായിൽ നിന്ന് വീണ ഉടനെ ഹാമാന്റെ മുഖം മൂടി. 6:12 അവൻ തല മൂടിക്കൊണ്ടുപോയി. 7:8 അവന്റെ തല മൂടി. 7:10 വരുമ്പോൾ അവന്റെ തല കഴുമരത്തിൽ തൂക്കിക്കളഞ്ഞു. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. സദൃശവാക്യം 26:27 കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. 7-ാം സങ്കീർത്തനം 15-ാം വാക്യം, അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിയിൽ താൻ തന്നെ വീണു. നാല്, ധീരയായ എസ്തേർ എന്നത്. ധീരമായ ചൂടുവെക്കുകയാണ്. അവളൊരു അനാഥബാലയായിരുന്നു. ഭാഗ്യവശാലാണ് അവൾക്ക് പട്ടമഹർഷിയാകാൻ, രാജ്ഞിയായി തീരാൻ അവസരമുണ്ടായത്. ഈ ഹാമാൻ ഇസ്രായേൽ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി കെണികൾ ഒരുക്കിയപ്പോ മൊർദെഖായി രട്ടെടുത്ത് വലിയവായി കരഞ്ഞില്ലേ? വസ്ത്രമില്ലാത്തോണ്ടായിരിക്കും എന്ന് വിചാരിച്ചല്ലേ വസ്ത്രം കൊടുത്തു വിട്ടത്? മൊർദെഖായി എന്താ പറഞ്ഞു വിട്ടത്? നീ രാജസ്ഥാനത്ത് ഇരിക്കുന്നുണ്ട് രക്ഷപ്പെടുമെന്നാണോ വിചാരിക്കുന്നത്? മൊർദെഖായി എസ്തേറിനോട് ഇങ്ങനെയാണ് പറയുന്നത്, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥാനത്തു നിന്ന് രക്ഷയും ഉദ്ധാരണവും ഉണ്ടാകും. സമയത്തിന്റെ വില. ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. ദൈവം നമ്മുടെ മുമ്പാകെ ചില കാര്യങ്ങൾ പറയാൻ ചില സമയങ്ങൾ ഒരുക്കി തരും. ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. എഫേസ്യർ 5:16 ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊള്ളുവീൻ. ഇവൾ മൊർദെഖായിയെ വേറൊരു വാർത്തയാണ് അറിയിക്കുന്നത്. നിങ്ങൾ ചെന്ന് 3 ദിവസം എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാരുത്തികളും അങ്ങനെ തന്നെ 3 ദിവസം ഉപവസിക്കാൻ പോകുകയാണ്. അപ്പോൾ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഗുണമുണ്ടെന്ന് യഹൂദന്മാർക്ക് അറിയാമായിരുന്നല്ലോ. പ്രവാസികളായി മറ്റൊരു നാട്ടിൽ പോയി താമസിക്കുമ്പോഴും സഹായം വരുന്ന വേറൊരു സ്ഥാനത്തെക്കുറിച്ച് അവർക്ക് അറിയാമായിരുന്നല്ലോ. 3 ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവസിപ്പീൻ. അടുത്ത ഭാഗം. 30 ദിവസത്തേക്ക് രാജസന്നിധിയിൽ ചെല്ലാൻ എനിക്ക് വിളിയില്ല. വിളിക്കാതെ രാജസന്നിധിയിലേക്ക് കയറി ചെന്നാൽ രാജാവ് അവരുടെ നേരെ തന്റെ കയ്യിലുള്ള ചെങ്കോൽ നീട്ടാതിരുന്നാൽ കയറി ചെല്ലുന്ന ആരായാലും അവരെ കൊന്നുകളയണമെന്നാണ് രാജകീയ നിയമം. അവള് പറയുന്നു, വിളിക്കപ്പെടാതെ കയറി ചെന്നാൽ രാജാവ് പൊഞ്ചങ്കോൽ നീട്ടാതിരുന്നാൽ അവരെ കൊന്നുകളയും. അവള് പറയാണ്, അടുത്ത 30 ദിവസത്തേക്ക് രാജസന്നിധിയിൽ ചെല്ലാൻ എനിക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ല, എനിക്ക് ഇൻവിറ്റേഷൻ ഇല്ല. എങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി 3 ദിവസം ഉപവസിപ്പീൻ. എങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി 3 ദിവസം ഉപവസിപ്പീൻ. അടുത്ത ഭാഗം. പിന്നെ ഞാൻ രാജസന്നിധിയിൽ ചെല്ലും. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. അവൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ആർജിച്ച ആ ആത്മബലം കൊണ്ട് ധൈര്യത്തോടെ അവൾ രാജസന്നിധിയിലേക്ക് കയറി ചെന്നു. രാജാവ് നോക്കുമ്പോൾ തന്റെ പ്രാകാരത്തിൽ ഒരു യുവതി വന്നു നിൽക്കുന്നു. രാജാവ് തന്റെ പൊൻചങ്കോൽ അവൾക്ക് നേരെ നീട്ടി. തിരുവെഴുത്ത് വായിക്കുന്നത്, രാജാവിന് അവളോട് അലിവ് തോന്നി. എന്തിനാ നീ കയറി വന്നെന്ന് ചോദിച്ചു. അവള് പറഞ്ഞു, രാജാവും ഹാമാനും കൂടെ എൻ്റെ ഒരു ചെറിയ സദ്യക്ക് വരണം, അതിന് ക്ഷണിക്കാൻ വന്നതാ. രാജാവ് പറഞ്ഞു, വന്നേക്കാം.
അങ്ങനെ രാജാവും ഹാമാനും കൂടെ സദ്യക്കുന്നു. അന്ന് നല്ല സദ്യ കഴിച്ചു. അപ്പോൾ രാജാവ് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? രാജ്യത്തിന്റെ പകുതിയോളമായാലും തരാം. അവൾ പറഞ്ഞു, ഒരു ദിവസം കൂടെ, അടുത്ത ദിവസം കൂടെ സദ്യക്ക് വരണം. അവളുടെ വിവേകം നോക്കിക്കേ, അവളുടെ പക്വത നോക്കിക്കേ. രാജാവും ഹാമാനും രണ്ടാം ദിവസവും ചെന്നു. അതേ ചോദ്യം, നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിന്റെ പകുതിയോളമായാലും നിനക്ക് തരും. രണ്ടാം ദിവസം അവൾ പറഞ്ഞു, ഞാൻ യഹൂദ സ്ത്രീയാണ്. ഞങ്ങളെ മുഴുവൻ, യഹൂദ ജനത്തെ മുഴുവൻ കൊന്നുമുടിക്കാൻ ഒരാൾ ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാരാണ്? ഈ ഹാമാൻ. എന്ത് സംഭവിച്ചു? രാജാവ് രേഖ തിരുത്തി എഴുതി. ആദ്യത്തെ രാജകീയ രേഖ വായിച്ചപ്പോൾ കലങ്ങിപ്പോയ ശൂശൻ പട്ടണം. രണ്ടാമത്തെ രേഖ കൊണ്ടുവന്ന് വായിച്ചു. എന്താണ്? അതേ ദിവസം യഹൂദന്മാർ അവരുടെ ശത്രുക്കളെ മുഴുവൻ കൊന്നുമുടിച്ചു കളയണം. ഹാമാന്റെ വീട് എസ്തറിന് കൊടുക്കുന്നു. ഹാമാൻ ഒരുക്കിയ കഴുകുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കപ്പെടുന്നു. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലം ജീവിതത്തിൽ അനുഭവസ്ഥരായി മാറണം. നീ എല്ലാ കാലത്തും യഹോവഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം.